27ാമത്തെ നമ്മുടെ ഈ മെഡിറ്റേഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ ശിഷ്യത്വം എന്ന ആ വിഷയം നമുക്ക് തുടർന്ന് പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ 27ാമത്തെ ധ്യാനമാണ്. അതുപോലെ 9-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം, അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചിരുന്നത്. ഇന്ന് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്തു എന്നതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ആ ട്രെയിനിങ് പീരീഡിലുണ്ടായ കാര്യങ്ങൾ, അതുപോലെ കർത്താവിന് അവരോടുണ്ടായ മനോഭാവം, അവർ ധാരാളം മിസ്റ്റേക്കുകളൊക്കെ ചെയ്തു. എന്നാൽ കർത്താവ് സഹിഷ്ണുതയോടെ അവരെ ട്രെയിൻ ചെയ്തത് നമ്മൾ കാണും. ഇത് നമ്മുടെ ജീവിതത്തിലും മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. അപ്പൊ ലൂക്കോസ് 6:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്, ധാരാളം ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിലും അതിനകത്തു നിന്ന് ഒരു 12 പേര് കർത്താവ് തെരഞ്ഞെടുത്തു, അപ്പോസ്തലന്മാരായിട്ട് അവരെ ഡെസിഗ്നേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ 9-ാം അധ്യായത്തില് അവരുടെ ഒരു ട്രെയിനിങ്ങിന്റെ പാർട്ടാണ്. ശരിക്കും 9-ാം അധ്യായം ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരു ട്രാൻസിഷനാണ്. ഏകദേശം കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ പകുതിയോളം കഴിഞ്ഞു. കർത്താവ് തന്നെയായിരുന്നു ഈ സമയമൊക്കെയും ശുശ്രൂഷിച്ചിരുന്നത്. അവിടുന്ന് പ്രസംഗിച്ചു, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്തു. അങ്ങനെ കർത്താവ് മാത്രമായിരുന്നു ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ഈ ചാപ്റ്ററിലാണ് കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ പ്രാക്ടിക്കലായിട്ട് മിനിസ്റ്റർ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതുവരെയും അവര് കർത്താവിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്, അവരത് പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ അവര് പ്രസംഗികളായി, മെസ്സഞ്ചേഴ്സായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആവർത്തിച്ച് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, വളരെ സാധാരണക്കാരാണിവർ, വെരി ഓർഡിനറി പീപ്പിൾ. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ഈ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കുന്നത്. അവർക്കങ്ങനെ മാനുഷികമായി വലിയ ക്രെഡൻഷ്യൽസോ ഒന്നും ഇല്ല. അതിൽ മിക്കവരും മുഖവന്മാരാണ്. അവരെയാണ് കർത്താവ് വിളിച്ച് ഈ അസാധാരണമായ ഈ ശുശ്രൂഷയ്ക്ക് കർത്താവ് നിയോഗിക്കുന്നത്. അപ്പൊ വളരെ ഓർഡിനറി ആളുകളാണ്. അവർക്ക് പലപ്പോഴും കറക്ഷൻസ് ആവശ്യമായിരുന്നു. ഇത് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. നമ്മൾ ഇവിടെ ഒരു സ്ഥാനത്തെത്തി, നമ്മൾ അങ്ങ് ക്ലൈമാക്സിലായി, പിന്നെ ആർക്കും നമ്മളെ തിരുത്താനൊക്കത്തില്ല, അങ്ങനെ ഒരു മേഖലയിലോ മണ്ഡലത്തിലോ ആകുന്ന ഒരു അനുഭവമല്ല നമ്മളിവിടെ കാണുന്നത്. വിശേഷമാകുന്ന വെളിപ്പാടുകൾ വരെ ഇവര് പറഞ്ഞ ശേഷം ശക്തമായ ഭാഷയിൽ ഇവരെ കർത്താവ് ശാസിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ശിഷ്യത്വത്തിന്റെ ഒരു പാഠമാണ് കറക്ഷൻസ് ആൻഡ് റിബ്യൂക്ക്. ഇതെല്ലാം ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അത് കൂടുതൽ ഇന്ന് പറയാൻ നിൽക്കാതെ മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. എങ്കിലും മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ 2 വാക്യങ്ങളിൽ അവർക്ക് ശക്തിയും അധികാരവും, പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനുമുള്ള അധികാരവും ശക്തിയും കർത്താവ് അവർക്ക് കൈമാറുന്നു. അവർ കർത്താവിൽ നിന്ന് പഠിച്ചത് ശുശ്രൂഷയിൽ പ്രായോഗികമാക്കുവാൻ നിയോഗിച്ച് അവരെ അയക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിന്റെ ഈ ശുശ്രൂഷ ഒരു സൂപ്പർ നാച്ചുറൽ കോളിംഗ് ആണ്. നമുക്കറിയാം, നമ്മളെ ഓരോരുത്തരെയും വിവിധമാകുന്ന കപ്പാസിറ്റികളിൽ കർത്താവ് വിളിച്ച ടാസ്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ എനേബിൾമെന്റ് ഇല്ലാതെ we cannot fulfill the task
that the Lord has entrusted us. ആത്മാവിന്റെ ശക്തി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ വാക്ക് പറഞ്ഞിരുന്നു, ജോൺ 15 നിന്ന് കോട്ട് ചെയ്തിട്ട്, അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പൊ അതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഇപ്പൊ ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ 24-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വചനം, അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:8 കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് അവരുടെ മേൽ വന്ന് തുടർന്ന് ഇവർ ഈ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ അവർ ഈ ശുശ്രൂഷയ്ക്കായി കർത്താവ് നിയോഗിച്ച അധികാരവും ശക്തിയും കൈമാറുന്നത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1-2 വാക്യം കഴിഞ്ഞ് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വളരെ പ്രായോഗികമായ കുറെ നിർദ്ദേശങ്ങളാണ് കർത്താവ് കൊടുക്കുന്നത്. ഈ പ്രായോഗികമായ നിർദ്ദേശം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ശുശ്രൂഷയ്ക്ക് പോകുന്നവർ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കണം എന്നതാണ് കർത്താവിന് പറയാനുള്ളത്. കർത്താവാണ് അവരുടെ സംരക്ഷകൻ, കർത്താവാണ് അവരുടെ ആവശ്യങ്ങൾക്ക് മതിയായവൻ. ടോട്ടലായി പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കാനുള്ള നിർദ്ദേശങ്ങളാണ്. അവരെ കൈക്കൊള്ളുന്ന വീടുകൾ കണ്ടേക്കാം, അവരെ കൈക്കൊള്ളാത്ത വീടുകൾ കണ്ടേക്കാം. ഇവിടെയെല്ലാം കർത്താവിൽ ആശ്രയിക്കുവാനുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ, അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊർതോറും സഞ്ചരിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കർത്താവ് ശക്തിയും അധികാരവും കൈമാറി പ്രായോഗിക നിർദ്ദേശം കൊടുത്തു. ഇമ്മീഡിയറ്റായി അവർ കർത്താവിനെ അനുസരിച്ചു എന്നുള്ളതാണ്. ഒന്നും കരുതരുത് എന്നൊക്കെ പറയുമ്പോൾ അതിനെ ചൊല്ലി അവര് പിറുപിറുക്കുന്ന ഒന്നുമില്ല. അത് അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് അവര് കടന്നു പോകുന്നു. അത് ഉടൻ തന്നെ കർത്താവിന്റെ നിർദ്ദേശം പ്രായോഗികമാക്കുന്നതായിട്ട് കാണുന്നു. അതിൽ അവർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 10-ാമത്തെ വാക്യത്തിൽ അവർ മടങ്ങി വന്നൊരു റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം കർത്താവിന്റെ നിർദ്ദേശങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ശരിക്കും ഗ്രേറ്റ് കമ്മീഷനിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം മർക്കോസ് 16:15 ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൊടുക്കുന്ന നിർദ്ദേശം അങ്ങനല്ലേ, ഗോ ഇൻ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ ക്രിയേഷൻ. അതിന്റെ ഒരു ഷാഡോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇത് കർത്താവിന്റെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ശേഷം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അവരുടെ ശുശ്രൂഷ ഗലീലായിൽ മുഴുവനും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് പറയുമ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ഹേരോദാവ് വരെ ഇമ്പാക്റ്റഡ് ആകത്തക്കവണ്ണമുള്ള ശുശ്രൂഷകൾ വെളിപ്പെട്ടു. സംഭവിക്കുന്നതെല്ലാം ഇടപ്രഭുവായ ഹേരോദാവ് കേട്ടു. യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരും, ഏലിയാവ് പ്രത്യക്ഷനായി എന്ന് ചിലരും, പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും മറ്റു ചിലർ പറകൊണ്ട് ഹേരോദാവ് ചഞ്ചലിച്ചു. യോഹന്നാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു, എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്നത് ഇവൻ ആർ എന്ന് പറഞ്ഞ് അവനെ കാണുവാൻ ശ്രമിച്ചു. വളരെ കൺഫ്യൂസ്ഡായി ഹേരോദാവ്. കാരണം ഇവര് ചെന്ന് ഈ സുവിശേഷം പറയുകയും മിറക്കിൾ മിനിസ്ട്രി ഒക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവർ യേശുവിന്റെ നാമത്തിലാണ് ഇത് ചെയ്യുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ യോഹന്നാനും പത്രോസും കൂടെ ചെന്ന് ഭയങ്കര ഒരു അത്ഭുതം അവിടെ നടക്കുകയാണ്. പക്ഷെ ആളുകളൊക്കെ തുറിച്ചു നോക്കാൻ തുടങ്ങുമ്പോൾ അവർ വളരെ വ്യക്തമാക്കുന്നത്, ഇതെല്ലാം യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ അനുഭവം അവർ യേശുവിനെ മഹത്വപ്പെടുത്തുന്നത് കൊണ്ട് നാടെങ്ങും ഇമ്പാക്റ്റായി ജീസസിന്റെ ശ്രുതിയാണ് അവിടെ കാണുന്നത്. അപ്പൊ ആളുകളിൽ ഒരു കൺഫ്യൂഷൻ, ഇത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണോ, ഏലിയാവാണോ, പുരാതന പ്രവാചകന്മാരിൽ ഒരാളാണോ? ആ കൺഫ്യൂഷനിൽ ആണ് ഹേരോദാവ് പറയുന്നത്,
യോഹന്നാനെ ഞാൻ ഓൾറെഡി ഞാന് കൊന്നതാണല്ലോ, പിന്നെ ഇതാരാണ്? ശരിക്കും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ചിലരും ഏലിയാവ് പ്രത്യക്ഷനായി എന്നും ചിലരും പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു. ഇതിന്റെ നടുവിലാണ് ഹെരോദാവിന്റെ ചോദ്യം, ഹു ഇസ് ദിസ് എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. എന്നിട്ട് നമ്മൾ 10 മുതൽ 17 വരെയുള്ള വാക്യം, അപ്പം ആ 16 വരെയുള്ള വാക്യത്തിൽ ദേശം ഇമ്പാക്റ്റഡ് ആയി. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള മിനിസ്ട്രി ആയിരുന്നു. മറ്റേത് ജീസസ് മാത്രം മിനിസ്ട്രി ചെയ്യായിരുന്നു. ഇത് 12 പേരൂടെ പോയി മിനിസ്ട്രി ചെയ്യുന്ന അനുഭവമാണ്. ഗാലിലി മുഴുവൻ ഇമ്പാക്റ്റഡ് ആകുകയാണ്. വളരെ വേഗത്തിൽ ഗാലിലിയിലുള്ള കർത്താവിന്റെ ശുശ്രൂഷ തീരാൻ പോവുകയാണ്. അതിനു മുമ്പാണ് ഈ ഒരു ട്രെയിനിങ് നമ്മൾ കാണുന്നത്. 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധിക്കാം. കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിക്കുന്ന ഒരു അത്ഭുതമാണ്. ഇതും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണണം. 9-ാം അധ്യായത്തിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇടയ്ക്ക് പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലൂക്ക് 9-ാം അധ്യായത്തിൽ കാര്യങ്ങളെ അടുക്കിയിരിക്കുന്നതാണ് ഞാൻ വിവരിക്കുന്നത്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ഓടിച്ച് വായിച്ചാൽ ഓരോ കാര്യവും എഴുത്തുകാരൻ എഴുതുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ട്രെയിനിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വരേണ്ടത്, അധികാരവും ശക്തിയും ലഭിച്ചു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, പ്രായോഗികമായി ശുശ്രൂഷയ്ക്ക് അവരിറങ്ങി. അത്ഭുത ശുശ്രൂഷയാണ് അവര് നാട്ടിൽ കാഴ്ചവെച്ചത്. കർത്താവ് മഹത്വമെടുത്തു. പക്ഷെ ഈ കൂട്ടര് ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് വേണ്ട വിശ്വാസം ഇല്ലാത്തതുപോലെ വെളിപ്പെടുകയാണ്. അവിടെയാണ് കർത്താവ് അവരെ പിന്നെയും ട്രെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ 10-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് 11 മുതൽ 17 വരെയാണ് ആക്ച്വലി എ ഫീഡിങ് ഓഫ് ദ 5,000. 10-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബേത്സയിദ എന്ന പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോയി. ഇപ്പൊ കർത്താവ് അവരുടെ കഠിന അധ്വാനം മനസ്സിലാക്കി ശരിക്കും അവിടെ ഒരു റിട്രീറ്റ് പോലെ വിഡ്രോ ചെയ്യുകയാണ്. ആ ബിസി സ്കെഡ്യൂളിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. ഇതും ദൈവമക്കള് ഒന്ന് കുറിക്കൊള്ളുന്നത് നല്ലതാണ്. തിരക്കേറിയ ശുശ്രൂഷകളുടെ നടുവിൽ ടു ടേക്ക് എ ബ്രേക്ക് കർത്താവ് അത് ആഗ്രഹിച്ചു. അങ്ങനെ അവരെ കൊണ്ട് വിഡ്രോ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 11-ന്റെ ആദ്യ ഭാഗം, അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടരുന്നു. അപ്പൊ ഇവരെങ്ങോട്ടാണ് വാങ്ങിപ്പോകുന്നതെന്ന് മനസ്സിലാക്കി പുരുഷാരം എല്ലാരും കൂടെ അവരുടെ പിന്നാലെ കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ കർത്താവിന്റെ മനോഭാവം ഞാൻ മനസ്സിലാക്കുന്നത് ഇതും ശിഷ്യന്മാർക്ക് ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. കർത്താവ് ഇറിറ്റേറ്റഡ് ആകുന്നില്ല. കർത്താവിന്റെ ആ കമ്പാഷനാണ് അവിടെ കാണുന്നത്. യെസ്, ദേ നീഡഡ് എ ബ്രേക്ക്, ദേ നീഡഡ് സം ടൈം അലോൺ. അവർക്ക് കർത്താവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും കർത്താവിന് അവരോട് കാര്യങ്ങൾ പറയാനും കുറച്ച് സമയം അവർക്ക് പേഴ്സണലി വേണമായിരുന്നു. അതുപോലും ലഭിക്കാതെ ആളുകൾ അവരുടെ ആ സ്വകാര്യ സമയം കൊടുക്കാതെ ഇന്റർവീൻ ചെയ്യുമ്പോഴും കർത്താവ് ഇറിറ്റേറ്റഡ് ആകാതെ 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവൻ അവരെ കൈക്കൊണ്ടു എന്നാണ് മലയാള പരിഭാഷ. ഇംഗ്ലീഷിൽ he welcomed them. ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. നമുക്കെല്ലാം പ്രിയരെ ഇത് പഠിക്കണം. ഒരു ഫ്രീ ഡേ ആയിട്ട് നമ്മൾ
okay, let us switch off everything, just relax a day എന്നിരിക്കുമ്പോഴായിരിക്കും വീട്ടിൽ രണ്ടുപേര് കയറി വരും to spend maybe 2 or 3 or 5 hours with us. നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സകലതും ഒന്ന് കട്ട് ഓഫ് ചെയ്ത് കുറച്ച് ടൈം പ്രൈവറ്റ് ആയിട്ടിരിക്കാന്, ഒന്ന് സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാന്, കുറച്ചൊന്ന് ചിന്തിക്കാന്, ദൈവവചനം ഒന്ന് പേഴ്സണലി ധ്യാനിക്കാൻ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ചില പ്രിയപ്പെട്ടവര് കടന്നു വരുന്നത്. നമ്മൾ ആദ്യം നമുക്കത് പെട്ടെന്ന് നമ്മുടെ മനുഷ്യത്വത്തിൽ നമുക്ക് പ്രയാസമൊക്കെ പെട്ടെന്ന്, അയ്യോ എന്റെ ആ സ്വകാര്യ സമയം. പക്ഷെ ഞാനത് എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ദാറ്റ്സ് ഓൾസോ എ ടൈം ടു മിനിസ്റ്റർ. അപ്പൊ അവർ കടന്നു വരുന്നു, ഓക്കെ, ജസ്റ്റ് റിലാക്സ്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ചില സമയത്ത് യോഗങ്ങൾക്ക് പ്രസംഗിക്കാൻ ധൃതി വെച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു കാര്യം വരുമ്പോഴായിരിക്കും ഒരു അത്യാവശ്യക്കാര് വരുന്നത്. They want to talk. അപ്പോൾ ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നമുക്കൊരു ക്ലാരിറ്റി വരുമ്പോൾ we humbly talk to them. അവരോട് സംസാരിക്കുക, അല്ലാതെ ഈ ധൃതിയൊന്നും കാണിക്കാതെ അവരോട് സംസാരിക്കുക. അവർ വേദനയോടായിരിക്കും വരുന്നത്, അവരൊരു വാക്ക് ആശ്വസിപ്പിക്കുക. Maybe they need a prayer. Oh, pray with them. ജീസസിന്റെ ഈ മനോഭാവം നമ്മൾക്ക് ഏവർക്കും അത് ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. ദിസ് ഇസ് പാർട്ട് ഓഫ് ഹിസ് ട്രെയിനിങ് ഓഫ് ഡിസൈപ്പിൾസ് നേരിട്ട് കാണുകയാണ്. When they wanted a break, ജീസസ് അത് മനസ്സിലാക്കി അവരെ കൊണ്ടുപോവുകയാണ്. പക്ഷെ അപ്പോഴാണ് പുരുഷാരം വരുന്നത്. ഒരു നിലയിലും അവര് കർത്താവ് ഒഫൻഡഡ് ആകുന്നില്ല. ഈസ് നോട്ട് ഇറിറ്റേറ്റഡ്, നോട്ട് ഗ്രംബ്ലിംഗ്, നോട്ട് മർമറിങ്. അവരെ മിനിസ്റ്റർ ചെയ്യുകയാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെ ഛിന്നഭിന്നമായിരിക്കുന്ന ഇവരെ കണ്ട് മനസ്സലിയാണ് കർത്താവ്. ആ കമ്പാഷൻ അനുഗമിക്കാൻ തീരുമാനമെടുത്ത നമ്മൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. 12-ാം വാക്യം ശ്രദ്ധിക്കണം. പകൽ കഴിവാറായപ്പോൾ 12 അടുത്തു വന്നവനോട്, ഇവിടെ നാം മരുഭൂമിയിൽ ആയിരിക്കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിൽ കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അതെന്താണ് ഇങ്ങനെ? വലിയൊരു പ്രോബ്ലം അവരെ അഭിമുഖീകരിക്കുകയാണ്. പ്രോബ്ലം ഇതാണ്, ഇത് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ they have to handle this issue. അപ്പൊ മരുഭൂമി എന്നവിടെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഡെസേർട്ട് എന്ന അർത്ഥത്തിലല്ല. ദ പ്ലേസ് വാസ് നോട്ട് ഇൻഹാബിറ്റഡ്. ആൾതാമസം, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലം. അപ്പൊ ഇവരെ പെട്ടെന്ന് പറഞ്ഞു വിടുവാനായിട്ടാണ് കർത്താവിന് നിർദ്ദേശം കൊടുക്കുക. അടുത്ത ലൂക്ക് അടുക്കുമ്പോൾ അടുത്ത സിറ്റുവേഷനിലും കർത്താവിന് നിർദ്ദേശം കൊടുക്കുന്നത് മാത്യുയോട് ചേർന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അധികാരമുള്ള, ദൈവശക്തി കിട്ടിയ, വിശ്വാസത്താൽ പോയി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്ത് ദൈവരാജ്യം പ്രസംഗിക്കുക മാത്രമല്ല രാജ്യത്തിന്റെ ശക്തി പ്രദർശിപ്പിച്ചവർ ഇപ്പോൾ പതറുകയാണ്. This is a big problem and we cannot handle. In fact, അവരുടെ ആ വിശ്വാസത്തിന്റെ ആ ലെവലിൽ നിന്ന് വളരെ താഴോട്ട് വന്ന് they are showing a lack of faith. അതാണ് 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയോ അത്ഭുതങ്ങൾ അവർ ചെയ്തതാണ്. കർത്താവ് എത്രയോ അത്ഭുതം ചെയ്യുന്നത് അവര് കണ്ടതാണ്. എടാ, ഇതും കർത്താവിന് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് why didn't they believe? But this is part of the training. കർത്താവ് അവരെ ട്രെയിൻ ചെയ്യുക. ഒരു ട്രെയിൻ ചെയ്യുന്ന ആളെന്ന നിലയിൽ ജീസസിന്റെ മനോഭാവം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ എത്ര ശാന്തമായിട്ടാണ് കർത്താവ് അത് കൈകാര്യം ചെയ്യുന്നത്. അവരെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ആദ്യം അവർക്ക് ആഹ്വാനം കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് കർത്താവ് തന്നെ അത്ഭുതം ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 13-ാം വാക്യം, അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന്. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു പ്രിയരെ. യു ഗിവ് ദം സംതിങ് ടു ഈറ്റ്. എന്നിട്ട് കർത്താവാണ് സൂപ്പർ നാച്ചുറൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും യു ക്യാൻ, ഇഫ് യു ഹാവ് ഫെയ്ത്ത്, നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ കഴിയും. ഇപ്പോൾ അവർക്ക് ലാക്ക് ഓഫ് ഫെയ്ത്ത് ആണ് അവരെ ശാസിക്കാതെ, അവരെ ഭത്സിക്കാതെ കർത്താവ് അവരെ ലിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പതറി നിൽക്കുകയാണ് അവർ. 5 അപ്പവും 2 മീനും അല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല. ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളണമോ എന്ന് അവർ പറഞ്ഞു. ചിലര് ചിന്തിക്കുന്നത് ഒരല്പം സർക്കാസം അതിനകത്തുണ്ടെന്ന്. ഇത്രയും പേർക്ക് ഞങ്ങൾ പോയി വാങ്ങണമോ? അപ്പൊ യോഹന്നാന്റെ സുവിശേഷം ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഞാൻ ഇത് പറയുമ്പോൾ 5 അപ്പവും 2 മീനിന്റെ അകത്ത് അന്തർലീനമായി കിടക്കുന്ന പല ദൂതുകളല്ല ഞാൻ പുറത്തു കൊണ്ടുവരുന്നത്. ജീസസ് ഡിസൈപ്പിൾസിനെ ട്രെയിൻ ചെയ്യുന്നത് മാത്രമാണ്. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ കർത്താവ് വാസ്തവത്തിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തുകയാണ്. അവരെ സമീപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ആളുകളെ ആത്മീകമായി മാത്രമല്ല ഫിസിക്കലിയും അവരെ ഫീഡ് ചെയ്യാൻ യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. ജീസസ് വാസ്തവത്തിൽ അവരെ ചാലഞ്ച് ചെയ്യാണ്. യു ഡു ഇറ്റ്. അവരുടെ നീഡ്സ് നിങ്ങൾ മീറ്റ് ചെയ്യുക. ഈ ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ഈ ശിഷ്യന്മാരാണ് രോഗികളെ സൗഖ്യമാക്കിയതും ഭൂതങ്ങളെ പുറത്താക്കിയതും. പക്ഷെ ഇപ്പോൾ ഇവരുടെ വിശ്വാസം പതറി നിൽക്കുകയാണ്. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇവരാ വിശ്വാസത്തിൽ സ്ട്രെങ്തൻഡ് ആകണം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ യേശുവിന്റെ കൂടെ നടന്ന വി ഹാവ് സീൻ സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രി. അപാര അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടവരാണ്. ദൈവത്തിന് ഈ ക്രൗഡിനെയും ഫീഡ് ചെയ്യാൻ കഴിയും. അല്ലാതെ ഇവിടെ ഞങ്ങൾ പതറേണ്ട കാര്യമില്ല. ശരിക്കും ശിഷ്യന്മാരുടെ വിശ്വാസത്തെ കർത്താവ് ചലഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾവിക്കാരായ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾ അധികാരവും ശക്തിയുമുള്ള ദൈവത്തിന്റെ പൈതൽ, ശിഷ്യത്വത്തിൽ നടക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ നിയോഗം നിങ്ങളുടെ മേൽ വരുമ്പോൾ, അത് ഞാൻ എടുത്തു പറയാൻ കാരണം, യു ഗിവ് ദം സംതിങ് ടു ഈറ്റ്, യു ഫീഡ് ദം എന്ന് പറയുമ്പോൾ അത് ദൈവഹിതമാണ്, ദൈവാലോചനയാണ് കർത്താവ് പറയുന്നത്. യു ക്യാൻ, യു ഫീഡ് ദം. അധികാരവും ശക്തിയും നിങ്ങൾക്കുണ്ട്. ഇൻക്രീസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം സ്ട്രെങ്തൻഡ് ആകട്ടെ. നിങ്ങൾ പതറി നിൽക്കുകയാണ് എന്നതുപോലെ എന്റെ കേൾവിക്കാരായി നിങ്ങളിൽ പതറി നിൽക്കുന്നവര് വല്ലതും ഉണ്ടെങ്കിൽ, അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലും നാളുകളിലും നടത്തിയ ദൈവം ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ നിങ്ങളെ നടത്താൻ വിശ്വസ്തനാണ്. God is a mighty God. He is a sovereign God. Nothing is impossible. 5000 പുരുഷന്മാരെന്ന് പറയുമ്പോൾ 15,000 20,000 ആളുകളുണ്ട്. Can God do that? Of course. Of course. ഒന്ന് ഓർത്താ പോരെ, കാനായിലെ കല്യാണ ആ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവാണ് കൂടെ ഉള്ളതെന്ന്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഓക്കെ, ഇന്നിപ്പോ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു, നാളെ ഒരു വിഷയം ഉണ്ടാകുമ്പോ ഉണ്ടല്ലോ, ഇതെല്ലാം അങ്ങ് മറക്കും. നമ്മളെ വിഷയം കയറി നമ്മളെ അങ്ങ് പ്രശ്നമാക്കും.
വിശ്വാൻ നമുക്ക് അവരെ വിളിക്കാം, ഇവരെ വിളിക്കാം. പെട്ടെന്ന് നമ്മൾ അങ്ങ് ഒരു നിസ്സഹായരാണ് എന്നുള്ള സ്ഥിതിയിലേക്ക് വരും. എനിക്ക് ഈ വചനത്താൽ ദൈവമക്കളോട് പറയാനുള്ളത്, ധൈര്യപ്പെടണം. ശുശ്രൂഷയ്ക്ക് ദൈവമാണ് നിയോഗിച്ചയച്ചതെങ്കിൽ പവർ ആൻഡ് അതോറിറ്റി കർത്താവിൽ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം യു ഫീഡ് ദം എന്നത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം വർദ്ധിക്കണം. ദൈവത്തിന്റെ വചനത്താലാണ് നമുക്ക് നിർദ്ദേശം ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് എക്സർസൈസ് ദി അതോറിറ്റി ഇൻ ഫെയ്ത്ത്. ഭയങ്കര ഒരു പാഠമാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവര് വളരെ ഈ സൂപ്പർ നാച്ചുറലായിട്ട് ഇത്രയും അനുഭവങ്ങളിലൂടെ കടത്തി വിട്ടിട്ടും അവർ വളരെ നാച്ചുറലായിട്ടാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഇത്രയും പേർക്ക് ഈ റൊട്ടി മേടിക്കാൻ ഇനി ഞങ്ങൾ പോകണം, ഞങ്ങൾ പോയി ഇത് വാങ്ങണം. അപ്പോഴത്തേക്ക് ജോൺ ഗോസ്പലിൽ എഴുതിയിട്ടുണ്ട്, ഇത് ഇത്ര പണം നമുക്ക് വേണ്ടി വരും. ഫിലിപ്പോസ് കണക്ക് കൂട്ടുന്നുണ്ട്. ദേ ആർ തിങ്കിങ് ഇൻ വെരി നാച്ചുറൽ. They have seen the supernatural in Jesus, and they themselves have done supernatural work by the authority and the power of God. എന്നിട്ടും ഈ പ്രത്യേക സാഹചര്യത്തിൽ അവര് ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് എത്ര ശാന്തമായിട്ടാണ് കർത്താവ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാനത് വായിച്ച് വിടാം. എന്നിട്ട് 17-ാം വാക്യത്തിൽ 1-2 കമന്റ് പറയും. ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. പുരുഷന്മാർ മാത്രം ഉള്ള കണക്കാണ്. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തിയായി ഇരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. വിളമ്പാനുള്ള സൗകര്യമാണ്. അവൻ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. വിശ്വാസം വേണ്ട നിലയിൽ ഇല്ലാത്ത ആളുകളാണ് ഇത് വിളമ്പാനായിട്ട് കർത്താവ് കൊടുക്കുന്നത്. അവിടുന്ന് സ്വർഗത്തിലേക്ക് നോക്കി, the miracle has happened, വിളമ്പാൻ ഇവരുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കൊട്ട എടുത്തു. ഇതാണ് 17 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ ഇവിടെ നിന്ന് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചേ. 6-ാം വാക്യത്തിൽ അനുസരിച്ച് പോയി ദൈവരാജ്യം പ്രസംഗിച്ച് അത്ഭുതങ്ങൾ ചെയ്തു. 10-ാം വാക്യത്തിൽ വന്ന് റിപ്പോർട്ട് കൊടുത്തു, എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് they just cannot believe. ഇത് സോൾവ് ചെയ്യാൻ ഒക്കുമെന്ന് ബിലീവ് ചെയ്യുന്നില്ല. കർത്താവിന്റെ ആ ട്രെയിനിങ്ങിന്റെ മനോഭാവം നിങ്ങൾ കണ്ടോ? വിശ്വാസം വേണ്ട നിലയിൽ എക്സർസൈസ് ചെയ്യാത്ത ഇവരെ കർത്താവ് മാറ്റി നിർത്തുന്നില്ല. കൊള്ളത്തില്ലടാ നിന്നെ കൊണ്ട് എന്ന് പറയുന്നില്ല. എടാ നിന്നെക്കാട്ടി നല്ലത് ഞാൻ വേറെ വല്ലവരും ഗലീലയിൽ നോക്കട്ടെ. അവിടുന്ന് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബ്രെഡ് ചെയ്തിട്ട് ഇവരുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇവരെ കൊണ്ടാണ് സപ്ലൈ ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് 12 കൊട്ട ഓരോ ശിഷ്യന് ഓരോ കൊട്ട വെച്ചും കർത്താവ് എടുപ്പിക്കുകയാണ്. വാട്ട് എ മാസ്റ്റർ വി സെർവ്. ശരിക്കും നമ്മളൊക്കെ നമ്മുടെ കാര്യം കൂടെ ഒന്ന് ചിന്തിക്കണം. We are also in a training process. ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയാതെ തമ്പുരാൻ കരുണയോടെ നമ്മളെ അനുദിനം നടത്തുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, അല്ലേ? ഗിവിംഗ് us another chance, giving us another chance. അങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അപ്പം ഭയങ്കര വിശ്വാസത്താൽ പല കാര്യങ്ങൾ ചെയ്തു. പെട്ടെന്ന് ഗ്രാഫ് താഴെയാണ്.
എന്നിട്ടും കൈവിടാതെ the Lord is making them participate in this glorious ministry, in this miracle. എന്നിട്ട് അവരെ അത് ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞത് യു ഗിവ് ദം സംതിങ് ടു ഈറ്റ് എന്നാണ്. അപ്പൊ അവർ നിസ്സഹായരായിട്ട് നിൽക്കാൻ ജീസസ് ഹിംസെൽഫ് ഡസ് ദ മിറക്കിൾ ആൻഡ് ടെൽസ് ദം ടു സപ്ലൈ. ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. താങ്ക് ഗോഡ് ഫോർ ദിസ് കമ്പാഷനേറ്റ് ട്രെയിനർ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ എങ്ങാണ്ട് ഞാനൊരു കോമായിക്ക് മിസ്റ്റേക്ക് പറ്റി എന്ന് ഒട്ടനെ വെട്ടിക്കളഞ്ഞ്, നോ നോ നോ. നമ്മൾ കേവലം മനുഷ്യരാണ്. ഗ്രാഫിൽ ചിലപ്പോൾ ഉന്നതമാകുന്ന അവസ്ഥകളുണ്ട്, ചിലപ്പോൾ ഗ്രാഫ് വളരെ താണു നിൽക്കുമ്പോഴും കാസ്റ്റ് ഔട്ട് ചെയ്യാത്ത ഈ ഗുഡ് ഷെപ്പേർഡിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. Let's be honest with the Lord. We all have committed mistakes. പക്ഷെ ഇന്നും ശുശ്രൂഷയിൽ അവിടവിടങ്ങളിലായി കർത്താവ് നമ്മളെ നിർത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇത് നമ്മൾ ട്രെയിനേഴ്സായി കർത്താവ് നമ്മളെ നിയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ഇത് വരണം. നമ്മുടെ കോ വർക്കേഴ്സിനോടൊക്കെ നമ്മൾ ഇടപെടുമ്പോഴും ഒരു ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ അങ്ങ് രൂക്ഷമായി നമ്മളെ അധികാരമൊന്നും എടുക്കരുത്. പാർട്ട് ഓഫ് ദ ട്രെയിനിങ്. നമ്മളെ ജീസസിനെ പോലെ ആകാൻ നാം നമ്മളെ തന്നെ കൂടെ ഏൽപ്പിച്ചു കൊടുക്കണം. When the Lord gives young people into our custody to train them in compassion, in love, let us train them. സഹിഷ്ണുതയോടെ, സ്നേഹത്തോടെ, നാളെ ഇവൾ പ്രയോജനപ്പെടും എന്നുള്ള ആ വലിയ കാഴ്ചപ്പാടോടുകൂടി അവരെ ട്രെയിൻ ചെയ്യാൻ ക്രിസ്തുവിന്റെ മനോഭാവം പരിശുദ്ധാത്മ നിറവിൽ നമുക്കും ഏറ്റെടുക്കാം. എന്റെ ജീവിതത്തിന് വലിയ ഒരു സന്തോഷമാണ് ടു സീ യങ് men and women come into the ministry, to give them the platform to minister the word of God. Mistakes can happen. We have all made mistakes. ഏത് വമ്പനാന്ന് പറഞ്ഞാലും നമ്മൾ മരിക്കുന്നിടം വരെ we all commit mistakes. ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ലെവലൊന്നും ഏറ്റവും വലിയ ഉന്നതമായ ലെവലിലല്ല. പ്രായോഗികമായി പല കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞു പോകും. കർത്താവ് നമ്മളെ നിർത്തിയെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിൽ തന്നിരിക്കുന്ന യൗവനക്കാരെയും ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ ബലപ്പെടുത്തുവാനായി കർത്താവ് നമ്മൾക്ക് ഏവർക്കും കൃപ തരട്ടെ. വെട്ടിക്കളയാൻ ഈസിയാണ്, അവരെ പണിയാനാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ ഇതൊക്കെ രണ്ട് നിലയിൽ നമ്മൾ അത് കാണണം. Jesus is training them, he is training all of us. As the trainer, ജീസസിന്റെ സ്വഭാവവും അധികാരത്തിൽ നമ്മളെ കർത്താവ് കൊണ്ടുവന്ന് ചില ആളുകളെ നമ്മുടെ കസ്റ്റഡിയിൽ തരുമ്പോൾ ആ മനോഭാവത്തിൽ ദൈവസ്നേഹത്തിൽ അവരെ ട്രെയിൻ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസ് ഇത് അടുക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഈ ഭാഗത്തിൽ നിന്നും കർത്താവ് വാസ്തവത്തിൽ വളരെ ഹൃദ്യമായിട്ട് എന്നോട് ഇടപെടുകയുണ്ടായി. പത്രോസ് ഇവിടെയാണ് ജീസസിനെ കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പാട് പറയുന്നത്. അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ 2 ചോദ്യങ്ങളാണ് കർത്താവ് ചോദിക്കുന്നത്. വാസ്തവത്തിൽ ഒരു ഫൈനൽ എക്സാമിനേഷൻ പോലെയാണ് ഈ 2 ചോദ്യങ്ങൾ കൊടുക്കുന്നത്. ഒന്ന്, പുരുഷാരം അവിടുത്തെ കുറിച്ച് എന്താണ് പറയുന്നത്. 2, നിങ്ങൾ ഞാൻ ആരാണ് എന്ന് പറയുന്നു. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ്. 20-ാം വാക്യം, അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചത്. ദൈവത്തിന്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇത് മാത്യു 16:16 വരുമ്പോൾ ആ ഫുള്ളർ വേർഷൻ നമുക്ക് കാണുവാൻ കഴിയും.
അപ്പൊ പുരുഷാരം പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ പുരുഷാരത്തെക്കാൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ശിഷ്യന്മാര് പറയുന്നത്. ശിഷ്യന്മാരുടെ സ്പോക്സ്മാൻ ആയിട്ടാണ് പീറ്റർ പറയുന്നത്. മാത്യു 16:16 നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് 17 മുതൽ 20 വരെയുള്ള വാക്യം കൂടെ മാത്യുവിൽ നിന്ന് ഞാൻ വായിക്കാം. മാത്യു 16:17-20 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും നമ്മുടെ ധ്യാനത്തിന് അതോടെ ഞാനിന്ന് പൂർണ്ണമായിട്ട് വായിക്കാം. യേശു അവനോട് ബറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഈ വെളിപ്പാട് ഇപ്പൊ ആരോടും പറയരുത്. വൈ ഇസ് ദാറ്റ്? യേശുക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് അവർക്ക് ഇപ്പോൾ അറിയാം. ഇറ്റ് ഹാസ് ബീൻ റിവീൽഡ് ടു ദം ബൈ ദ ഫാദർ. കർത്താവ് അത് ശ്ലാഘിക്കുകയാണ്. പക്ഷേ മശിയയുടെ മിനിസ്ട്രിയെ കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാട് ഇപ്പോഴും അവർക്കില്ല. എന്നിട്ട് 21 വാക്യം, അത് ലൂക്ക് 9:22 ആണ്. മാത്യു 16:21 ആണ് ഞാൻ വായിക്കുന്നത്. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3 നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ഇനി 22 വാക്യം, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. 5 അപ്പവും 2 മീനിന്റെ ആ വിഷയത്തിൽ പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവിനോട് വന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇവരെയൊക്കെ അങ്ങ് പറഞ്ഞു വിടാൻ, അവരെവിടെയും ചെന്ന് കഴിക്കട്ടെ, വി കനോട്ട് ഹാൻഡിൽ ദിസ്. മശിയയുടെ ദൗത്യത്തെ കുറിച്ച് പറയുമ്പോൾ they already know that Jesus, they have confessed that Jesus is the Messiah. പക്ഷെ മസായയുടെ മിനിസ്ട്രിയെ കുറിച്ച് they are not sure. ലാക്ക് ഓഫ് ഫെയ്ത്ത് ആണ് ഇവിടെയും കാണുന്നത്. കർത്താവിനെ ശാസിച്ചെന്ന് പറഞ്ഞാൽ can you believe that? ആരാണ് ഇവര്? അധികാരത്തോടെയും ശക്തിയോടെയും ചെന്ന് ദൈവരാജ്യം പ്രസംഗിച്ച് ദൈവശക്തി പ്രദർശിപ്പിച്ചവരാണ്. സക്സസ്ഫുൾ മിനിസ്ട്രി ചെയ്തവരാണ്. ലൂക്ക് എന്ന എഴുത്തുകാരൻ ഇത് അടുക്കുമ്പോൾ, they are not finished, they need to be trained, and Jesus is very patient with them. Disciples need to be trained. ആ ഗ്രേറ്റ് കമ്മീഷൻ അവർ ആൻസർ ചെയ്ത് പെന്തക്കോസ്തിൽ ആത്മശക്തിയോട് ഇറങ്ങുന്നതിന് മുമ്പ് they need to be grounded in the word, they need to be trained. പ്രാക്ടിക്കൽ ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയാണ്. ദൈവ വചനത്താൽ കർത്താവ് ട്രെയിനിങ് കൊടുക്കുകയാണ്. ലൂക്കോസിൽ തന്നെ പല ആവർത്തി കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചും ക്രൂശ് മരണത്തെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആണ് പറയുന്നത്. വെളിപ്പാട് പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് പറയുകയാണ്, മശിയ സഫർ ചെയ്യണം, he has to die, but on the third day he will be resurrected. ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ വിശ്വാസം വൈവർ ചെയ്യുകയാണ്. എന്നിട്ട് നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. ട്രെയിനിങ്ങിന്റെ ഭാഗം ഞാൻ ഇനിയും പറയാൻ പോകുന്ന ശ്രദ്ധിച്ചോണേ. 16:23 മത്തായി, അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകും. ശിഷ്യൻ നിൽക്കുമോ? ശിഷ്യന്മാര് നിൽക്കുമോ? ശ്രദ്ധിക്കണേ. വേറിട്ട് കൊണ്ടുപോയി സ്വകാര്യമായിട്ടാണ് കർത്താവിനോട് പറഞ്ഞത്, നിനക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ശാസിച്ചത്. ജീസസ് പബ്ലിക്കായിട്ടാണ് ശാസിച്ചത്. പീറ്റർ സീക്രട്ട് ആയിട്ട്, ജീസസ് പബ്ലിക്കായിട്ട്, മറ്റ് ശിഷ്യന്മാരും ഉണ്ട്. ഈവൻ ദ ക്രൗഡ് ഹേർഡ്. ഈ പറഞ്ഞത് എനിമിയുടെ ആലോചനയാണ്. പബ്ലിക്കലി റെബ്യൂക്ക് ചെയ്തു.
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ ദൈവദാസന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ സഭയിൽ ഒരു പബ്ലിക് റിബ്യൂക്ക് ഉണ്ടായാൽ നിങ്ങളെ ചർച്ച നിൽക്കുമോ? കാലം മാറി. റിബ്യൂക്ക് പോട്ടെ, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ എന്നെ മാനിച്ചില്ലെന്ന് പറഞ്ഞ സഭ മാറുന്ന പുള്ളികളുണ്ട്. യു ഫീൽ ദാറ്റ് യു ആർ സോ ഇമ്പോർട്ടന്റ്. തിരുത്താനൊക്കത്തില്ല. ആര്? യു ആർ സോ ഇമ്പോർട്ടന്റ്. എങ്ങനെയുണ്ട്? പെന്തക്കോസ്ത് ദിവസം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോ 3000 പേർ സഭയ്ക്കകത്ത് കയറി. പ്രസംഗിക്കുന്ന പ്രസംഗി എല്ലാരും കണ്ടോ ശിഷ്യനെ? പബ്ലിക്കായിട്ട് റിബ്യൂക്ക് ചെയ്തു. ആൻഡ് സ്ട്രോങ് ഹാർഡ് വേർഡ്സ്. സാത്താനെ എന്നെ വിട്ടുപോകും. പീറ്റർ അല്ല സാത്താൻ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അന്നേരം പീറ്റർ പറയുന്ന ആ ആലോചന, ദാറ്റ് വാസ് നോട്ട് ഡിവൈൻ. നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. സ്ട്രോങ് റിബ്യൂക്ക്. ഞാൻ നിങ്ങളോട് പറയാം, 55-ാം വാക്യത്തിലും ശിഷ്യന്മാരെ കർത്താവ് റിബ്യൂക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്ക് വരുമ്പോൾ നമുക്കത് ചിന്തിക്കാം. ശിഷ്യത്വ പരിശീലനം. ഒരു സൈഡിൽ വിശ്വാസം ഇടറുമ്പോൾ, പതറുമ്പോൾ കർത്താവ് അവരെ കരുതുന്നു, ചലഞ്ച് ചെയ്യുന്നു, അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നു. മറ്റു ചില അവസരങ്ങൾ strongly rebuking them. It is part of the training. It is part of the training. ഇത് ഇന്നത്തെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ very difficult. Very difficult. സ്തോത്രം. ഇന്നെങ്ങനെയാണ് ജീസസ് റിബ്യൂക്ക് ചെയ്യുന്നത്? ഉൾക്കൊള്ളാൻ ഒക്കുമെങ്കിൽ ഉൾക്കൊള്ളുക. He can rebuke us directly as we study the word of God. ആത്മപൂർണരായ ദൈവത്തിന്റെ ദാസന്മാർ നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. പറ്റുമോ? കൊള്ളാം. ഇനിയും ഞാൻ ദശാംശം തരത്തില്ല ഇവിടെ. അതാണ് വാണി. ആർക്ക് പോയി? ആ പീറ്ററിനെ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. He was so humble. ഇത് ഒരു പ്രാവശ്യമല്ല, പീറ്ററിനെ പലപ്പോഴും റിബ്യൂക്ക് ചെയ്തിട്ടുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷയിൽ വളരണമെങ്കിൽ this is a part of the training. This is a part of the training. ഇവര് വെളിപ്പാടുള്ളവരാണ്. യേശുവിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് കർത്താവ് തന്നെ പറഞ്ഞു, ഇത് പിതാവ് തന്ന വെളിപ്പാടാണ്. പക്ഷേ കഷ്ടാനുഭവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്കില്ല. അത് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ കാരണം യഹൂദന്മാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് they all expected the Messiah. പക്ഷെ മസായ വരുമ്പോൾ അക്ഷരികമായ ദൈവരാജ്യം അന്നേരം സ്ഥാപിക്കും. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജാതിക ഗവൺമെന്റ് ആകുന്ന റോമൻസിനെ തകിടം മറിച്ച് ദൈവരാജ്യം സ്ഥാപിക്കും. ഇതാണ് കുട്ടിക്കാലം തൊട്ട് യഹൂദൻ പഠിക്കുന്നത്. സിനഗോഗിൽ ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഇവർ പറഞ്ഞു, യു ആർ ദ മസായ. പെട്ടെന്ന് പറയാ, ഞാൻ കഷ്ടം അനുഭവിക്കാൻ പോകും. I'm going to Jerusalem. I'm going to suffer and die. And on the third day, I will be resurrected എന്നൊക്കെ പറഞ്ഞാൽ it is hard. അതാണ് വേറിട്ട് കൊണ്ടുപോയി സ്വകാര്യമായിട്ട് പറയാണ്, ഇതൊന്നും അങ്ങേക്ക് സംഭവിക്കരുത്. He turned and rebuked Peter. പരസ്യമായിട്ട് റിബ്യൂക്ക് ചെയ്തു. ഞാൻ അവിടെ ഒക്കെ തപ്പി നോക്കി, ഒരൊറ്റ വാക്ക് പത്രോസ് തിരിച്ചു പറഞ്ഞില്ല. ഒരൊറ്റ വാക്ക് പത്രോസ് തിരിച്ചു. കർത്താവേ, അല്ല ഞാനൊന്ന് പറയുന്നൊന്ന് കേക്ക്. ഗ്രീക്ക് അങ്ങനല്ല, ഹീബ്രു നമ്മുടെ ഭാഷയാന്നേ, നമ്മുടെ ഭാഷയാ. നോട്ട് എ വേർഡ് he said. അത് കഴിഞ്ഞിട്ടാണ്
നമ്മൾ പിന്നീട് അത് പഠിക്കും. ശിഷ്യത്വ പാഠങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നു. അതിനകത്ത് ഒറ്റ കാര്യം, ഒരു സൂചന: ഞാൻ യെരുശലേമിലേക്ക് ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്, എന്റെ പിന്നാലെ വരുന്ന പത്രോസ് നിനക്കും സകലർക്കും ക്രൂശ് വേണം. ആ അർത്ഥം വരുന്ന പ്രയോഗമാണ് കർത്താവ് പറയുന്നത്. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് അനുദിനം എന്നെ അനുഗമിക്കട്ടെ. യു ഡോണ്ട് വാണ്ട് ദ ക്രോസ്, യു കാനോട്ട് ഫോളോ മീ. ഓഫ് കോഴ്സ് നമുക്കറിയാം, ജീസസ് അക്ഷരികമായ ക്രോസ് യെരുശലേമിൽ ചെന്ന് ഏറ്റെടുക്കാൻ പോവുകയാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന അക്ഷരിക ക്രോസ് അല്ല, തന്നെ താൻ ത്യജിക്കുക എന്ന ക്രോസ് ആണ്. വെൻ വി സ്റ്റഡി അബൌട്ട് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച്, നമ്മൾ കർത്താവിന്റെ ടീച്ചിങ്സ് എന്ന വിഷയം വരുമ്പോൾ ഇതൊക്കെ കാര്യമായിട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് കർത്താവിന്റെ എക്സാമ്പിൾ ഇൻ ലൈഫ്. അതിൽ ശിഷ്യന്മാരോടുള്ള മനോഭാവത്തിൽ ശിഷ്യന്മാരെ കർത്താവ് ട്രെയിൻ ചെയ്തു എന്ന കാര്യം നമ്മൾ പഠിക്കുകയാണ്. സന്ദർഭവശാൽ ഞാൻ ആ കാര്യം കൂടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ട്രെയിനിങ് പ്രോസസ്സ് കണ്ടോ? അധികാരവും ശക്തിയും ലഭിച്ചു, ബട്ട് ദേ നീഡഡ് ടു ബി ട്രെയിൻ. വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചു. പുരുഷാത്തെ പറഞ്ഞു വിട്, എന്തിനാ ഈ ഉത്തരവാദിത്വം? ജസ്റ്റ് ലീവ് ദം. നോ, യു ഗിവ് ദം സംതിങ് ടു ഈറ്റ്. എന്നിട്ട് കർത്താവ് അവരുടെ മുൻപിൽ അത്ഭുതം ചെയ്തിട്ട് അവരെ കൊണ്ട് കർത്താവ് ഫീഡ് ചെയ്യിപ്പിക്കുകയാണ്, അവരെ കൊണ്ട് മിനിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ്, അവരെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയം വന്നിരിക്കുന്നു. ഐഡന്റിറ്റി ഓഫ് ജീസസ് അവർക്ക് വെളിപ്പെട്ടു. ഫിലിപ്പിന്റെ കൈസറിയയിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അത് എന്റെ ഇപ്പോഴത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലാത്തത് കൊണ്ടാണ്. ഫിലിപ്പിന്റെ കൈസറിയയിൽ വെച്ച് ജീസസ് ഈസ് ദ മസ്സായ എന്ന് പറയുന്നത് റിയലി അതൊരു വെളിപ്പാടാണ്, റെവലേഷനാണ്. നാട്ടുകാരെല്ലാം പറയുന്നത് ഏലിയാവായിരിക്കും, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആയിരിക്കും, പുരാതന പ്രവാചകന്മാരിൽ ഒരായിരിക്കും. അവരിനെല്ലാം വ്യത്യസ്തമായിട്ട് വെളിപ്പാട് കിട്ടിയ ശിഷ്യന്മാരുടെ വക്താവായിട്ട് പീറ്റർ പറയാൻ, യു ആർ ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗാഡ്. ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെയാണ് കർത്താവ് മസിയായുടെ ദൗത്യത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. ദാറ്റ് വാസ് എ ഷോക്കർ. അവരതല്ല പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് വേറിട്ട് കൊണ്ടുപോയി കർത്താവിനെ ശാസിക്കാൻ തുടങ്ങിയത്. ആൻഡ് ജീസസ് സ്ട്രോങ്ലി rebuked. Praise the Lord. We all need this rebukes. ശാസനകൾ നമുക്ക് ആവശ്യമാണ് പ്രിയരെ. ശിഷ്യത്വ പാഠം അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ പറയാം, ശാസിക്കുന്ന ഒരു സഭ അനുഗ്രഹമാണ്. You know what I believe? If it is a spirit-filled church, ശിക്ഷണ നടപടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചർച്ച് സ്പിരിറ്റ് ഫിൽഡ് ചർച്ചാണ്. ഓക്കും, ഐ ഡോണ്ട് നോ നിങ്ങളുടെ ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദി വേൾഡ്, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ്. പക്ഷെ ആ മനസ്സിലാക്കുന്നിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടാണ്. അതെന്താണ്? ആൾക്കാരാണ്. എന്നെ ശാസിക്കാൻ നിങ്ങൾ ആരാണ്? ആ മനോഭാവത്തോടെയാണ് പലരും ഇരിക്കുന്നത്. പക്ഷേ ദിസ് ഇസ് പാർട്ട് ഓഫ് ദ ട്രെയിനിങ്. അതിന്റെ അർത്ഥം ബാലൻസ് ഇറ്റ്. ആരോടേലും വാശിയോ വൈരാഗ്യമോ തീർക്കാൻ എന്തെങ്കിലും പറയുന്നതല്ല ശാസന. ജീസസിന്റെ റെപ്രസെന്റേറ്റീവായി ആത്മനിറവിലും ആത്മാവിന്റെ നടത്തിപ്പിലും തിരുത്തൽ വേണ്ടവരെ തിരുത്തുന്നതാണ് ദൈവസ്നേഹം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ പാപ വഴികളിൽ നടക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമായി, അവനെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, നമ്മളത് ഇവിടെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയണം. മാത്രമല്ല, വെറുതെ എന്തിനാ ഒരു അലോഹ്യം ഉണ്ടാക്കുന്നത്? അത് ദൈവസ്നേഹമല്ല. ശരിക്കും ആ പ്രിയപ്പെട്ടവനെ വഞ്ചിക്കുകയാണ്, അവനെ ബന്ധിക്കുകയാണ്. തുറന്ന ശാസനയല്ലേ ആക്ച്വലി റിയൽ സ്നേഹം എന്ന് പറയുന്നു. ബിക്കോസ് ഐ കെയർ ഫോർ ദാറ്റ് പേഴ്സൺ, ബിക്കോസ് ഐ ലവ് ഹിം ആൻഡ് ഐ വോണ്ട് ദ ബെസ്റ്റ് ഫോർ ഹിം. മോനെ, ആ ചെയ്യുന്ന തെറ്റാണ്. നീ അങ്ങനെ ചെയ്താൽ ദൈവം നിനക്കൊരു വലിയ ശുശ്രൂഷ തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷയിൽ നീ തകിടം മറിഞ്ഞു പോകും. നീ അത് ചെയ്യരുത്.
എന്ന് ദൈവസ്നേഹത്തിൽ റെബ്യൂക്ക് ചെയ്യുന്ന എൽഡേഴ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. See, the Pentecostal church ഒക്കെ we must return back to the word of God. പണ്ട് കാലത്ത് ആ അഭിഷേകമുള്ള അപ്പച്ചന്മാരുടെ മുൻപിൽ നേരെ നിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു പൈതൃകം നമുക്കുണ്ട്. പ്രായമുള്ളവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. കാലം മാറിപ്പോയി. ഡോളർ കാണിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യവും പാസ്സാകുമെന്ന്. ഇതാർക്ക് പോയി? തൽക്കാലം നമ്മൾ ആളുകളുടെ മുൻപിൽ കുറച്ച് പുള്ളി ചമയാമെന്നുള്ളതേ ഉള്ളൂ. യു ആർ ദ ലൂസർ. അവിടെ പീറ്റർ അങ്ങനെ ചെയ്തില്ല. നിങ്ങൾ ഇന്ന് ആധുനികമായ ഒരു രീതിയിലാണ് ചെയ്തത്. പീറ്റർ വലിയ ആള് കളിക്കുകയായിരുന്നു ഇരിക്കട്ടെ, കുറച്ച് ശബ്ദം ഉണ്ടാക്കി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതാ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. ആർക്ക് പോയി? ജൂഡസ് പോയി. ആർക്ക് പോയി? ജീസസിന്റെ മാർഗത്തെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. നോ വൺ ഈസ് ഇൻഡിസ്പെൻസിബിൾ. അത് ഒന്നാമത് ഈ ചർച്ചകളിൽ തന്നെ ഇത് മനസ്സിലാക്കണം. ഈ ചിലരൊക്കെ ചിന്തിക്കുന്നത് ഞാനില്ലെങ്കിൽ ചർച്ച പോയെന്ന്. എന്തായി പറയുന്നത്? ഇതൊക്കെയാണ് തലമണ്ടയ്ക്കകത്ത് കയറ്റി നമ്മൾ വെച്ചിരിക്കുന്നത്. എന്റെ കുടുംബം ഇല്ലെങ്കിൽ ചർച്ച ചെയ്ത് കർത്താവ് നട്ട സഭയാണെങ്കിൽ എന്റെ പ്രിയരെ, നിങ്ങളല്ല, നിങ്ങളുടെ വീട്ടിലൂടെ 10 പോയാലും ദൈവസഭയ്ക്കൊന്നും പറ്റത്തില്ല. അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ലിഫ്റ്റിംഗ് us and lifting us. Sometimes there is hard words. Sometimes there is rebuke. അത് എന്നോ വാക്കായി പറയുന്നത്. ഞാൻ ഉറപ്പ് പറയാം, ഈ വാക്ക് അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോന്ന്, ഇത് ഒരു മെമ്പറിനോട് ഇന്ന് പറഞ്ഞൊന്ന് നോക്ക്. ഉടനെ വാട്സാപ്പിൽ എല്ലാം കൂടെ കിടക്കിടാന്ന് എന്നെ വിളിച്ചത് നീ കേട്ടതായിരുന്നു. അപ്പോഴത്തേക്ക് അവരുടെ ഒരു ഗ്രൂപ്പാകും. നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ജനറൽ ബോഡിയിൽ ചോദിക്കണം. പിന്നെ അത് രാഷ്ട്രീയമായി, പ്രശ്നമായി. ഇതാർക്ക് പോയി? ശാസിക്കുന്ന ദൈവദാസന്മാർ. അപ്പോൾ തന്നെ ഞാൻ പറയാം, വാശി തീർക്കാനോ വൈരാഗ്യം തീർക്കാനോ ആരെങ്കിലും കൊച്ചാക്കാനോ കളിയാക്കാനോ അല്ല. ദൈവവചനത്തിന്റെ മാനദണ്ഡം, അതിന്റെ പ്യൂരിറ്റിയിൽ നിന്ന് മാറുന്നത് കണ്ട് റബ്യൂക്ക് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർ ഉണ്ടാകണം. റബ്യൂക്ക് ചെയ്യുന്ന സഭകൾ ഉണ്ടാകണം. അത് നമ്മുടെ അനുഗ്രഹമാണ് പ്രിയരെ, അത് നമ്മുടെ അനുഗ്രഹം. ഇതാരാകേണ്ട ആളാണ്? ഓൺ ദ ഡേ ഓഫ് പെന്റക്കോസ്റ്റ് ആ അനോയിന്റിങ് തന്റെ മേൽ വന്നു കഴിഞ്ഞ് താൻ എഴുന്നേറ്റ് നിൽക്കുക. ബാക്കി 11 പേരെന്ന് പറയുമ്പോൾ മത്തയാസ് ഉൾപ്പെടെയുള്ള 11 പേര് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ 3,000 souls were added to the church. What a mighty preaching, anointed preaching. He had to go through this. ഇത് മാത്രമല്ല, എത്രയോ തവണ പീറ്ററിനെ റബ്യൂക്ക് ചെയ്തിട്ടുണ്ട്. And he is the leader out of the 12. വാസ്തവത്തിൽ ഇവിടെ ഈ വെളിപ്പാടൊക്കെ അദ്ദേഹം ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ട് പറയുകയാണ്. ബാക്കിയുള്ളവരെല്ലാം വിശ്വസിക്കുന്നു യേശു മശിഹയാണെന്ന്. അവർക്ക് വേണ്ടി അവരുടെ വക്താവായി പീറ്റർ പറയാണ്. പാരസ്യമായിട്ടാണ് പീറ്ററിനെ ശാസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ജീസസ് ഓൺ ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, അവിടെയും ലാക്ക് ഓഫ് ഫെയ്ത്ത് കാണാൻ കഴിയും. എന്താണ്? ഉറക്കമാണ്. എന്നിട്ട് 33-ാം വാക്യത്തിൽ ഇവരെന്തുവാ പറയുന്നതെന്ന് തന്നെ അറിയാതെ എന്തൊക്കെയോ അങ്ങ് പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചെറിയ ഒരു ഗ്യാപ്പ് വന്നു. അപ്പം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ ആ മൗണ്ടൻ ടോപ്പിൽ പോവാണ്. അവിടെ നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് കർത്താവിന്റെ ഒരു ഗ്ലോറിയസ് അപ്പിയറൻസ് അവിടെ ഉണ്ടാകുകയാണ്. അപ്പൊ അവിടെ 32-ാം വാക്യത്തിലൊക്കെ ഇവർ ഉറങ്ങുകയാണ്. എന്താ ഉറങ്ങുന്നത്? നമ്മൾ മുമ്പേ കേട്ടതല്ലേ, ഇനി കഷ്ടാനുഭവം, പിന്നെ മരിക്കും എന്ന്. ദേ ആർ സാഡൻ. വളരെ ഡിസ്കറേജ്മെന്റ് പോലെ അവര് കിടന്ന് ഉറങ്ങുകയാണ്. എന്നിട്ട് 33-ാമത്തെ വാക്യത്തിൽ 3 കൂടാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയും. അവരെന്തുവാ സംസാരിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. യു സി, ഇവരാരാണ്? കമ്മീഷൻ ടു ഗോ ടു മിനിസ്റ്റർ. സക്സസ്ഫുള്ളി മിനിസ്റ്റർ ചെയ്തവരെയാണ് കർത്താവ് ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്. പലപ്പോഴും ലാക്ക് ഓഫ് ഫെയ്ത്ത് ആണ്. റിബ്യൂക്ക് ചെയ്യേണ്ടടുത്ത് റിബ്യൂക്ക് ചെയ്യുക, എൻകറേജ് ചെയ്യേണ്ടടുത്ത് എൻകറേജ് ചെയ്യുക. പക്ഷെ ഇതിലെല്ലാം വൈൽ ക്ലോസിങ് എനിക്ക് പറയാനുള്ളത്, അവരെ കട്ട് ചെയ്ത് കളയുന്നില്ല, ചേർത്ത് പിടിക്കുകയാണ്. പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. നമ്മളിൽ പലര്, എനിക്ക് എന്റെ കാര്യം അറിയാം, വെട്ടിക്കളയാഞ്ഞതിനായി സ്തോത്രം. അതുപോലെ ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതാണ്. നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആളുകളെയും, യെസ് വി ക്യാൻ റിബ്യൂക്ക്, യെസ് വി ക്യാൻ എൻകറേജ് ദം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ചേർത്ത് പിടിക്കുക, ചേർത്ത് പിടിക്കുക. ഗോഡ് സപ്ലൈസ് ഹിസ് പവർ ആൻഡ് എൻകറേജ്മെന്റ്. ദൈവം ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് വീക്കിൽ 9-ാം അധ്യായം നമുക്കൊന്ന് പൂർത്തീകരിക്കണം. ട്രെയിനിങ് ഓഫ് ദ ഡിസൈപ്പിൾസ്. വി ഓൾ നീഡ് ട്രെയിനിങ്. ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്, നോ, ഞാനിപ്പം ഐ ഹാവ് ഹിറ്റ് ദി മാക്സിമം, നമ്മളെ ഇനി പഠിപ്പിക്കാൻ ആരും ഇങ്ങോട്ടൊന്നും വരണ്ട, വല്ല പണ്ഡിതന്. ഒരു പണ്ഡിതനും ഇല്ല പ്രിയരെ. ചുമ്മാ ഈ പണ്ഡിതൻ പണ്ഡിതൻ എന്ന് പറഞ്ഞ് എന്തോന്ന് പണ്ഡിതൻ, എന്തോ ഈ പണ്ഡിതൻ. ബൈബിൾ ഇത്ര ആഴമുള്ള കാര്യം. കർത്താവ് നമ്മളെ കണ്ണ് വല്ല ഒരു വാക്കിലോ വാക്യത്തിലോ ഒക്കെ ഒന്ന് കയറി ഉടക്കാൻ കർത്താവിന്റെ കൃപയാലാണ്. ഇവിടെ പണ്ഡിതൻ എന്താ? നമ്മൾ എവ്രി ഡേ വി ആർ ബീങ് ട്രെയിൻഡ് ആൻഡ് ട്രെയിൻഡ് ആൻഡ് ട്രെയിൻഡ്. ജീസസ് സ്റ്റിൽ ട്രെയിൻസ് ഡിസൈപ്പിൾസ്. നമുക്ക് ആ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആരെങ്കിലും ശാസനയിലൂടെ പോകുന്നുണ്ടെങ്കിൽ, be encouraged. He loves you. ഞാൻ എൻ്റെ പിള്ളേരെ ശാസിക്കും, അപ്പുറത്തെ കുഞ്ഞുമോനന്റെ മോനെ ശാസിക്കാനൊന്നും എനിക്കൊക്കത്തില്ല, അതിനുള്ള അധികാരവും. ശാസിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ഹി ലവ്സ് യു. അതല്ലേ എബ്രായ ലേഖനം 12-ാം അധ്യായം പറയുന്നത്. When he disciplines us, that shows that we are children of God. എന്റെ ജീവിതത്തിൽ എനിക്ക് ഡിസിപ്ലിൻ കിട്ടിയിട്ടേ ഇല്ല. ബ്രദർ, വാച്ച് ഔട്ട്. അത് വളരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, വി ഓൾ നീഡ് ഡിസിപ്ലിൻ. ആൻഡ് വെൻ ഹി ഡിസിപ്ലിൻസ് us, അതൊരു ഷുവർ ഒരു തെളിവാണ് that we are children of the Most High God. God bless.